സോ ദ മൂവി ഇൻ IMAX ട്രിവാൻഡ്രം. അവിടെ പോയാ അവിടെ ബാക്കിൽ നിൽക്കുന്നത് എവിടെ ഇല്ല ആറ്റം ബോംബ്. കാരണം ആറ്റം ബോംബ് പൊട്ടുന്ന സൗണ്ട് ഇല്ല പടത്തിൽ. ആറ്റം ബോംബ് പൊട്ടുന്നത് സൈലന്റ്. ആൾക്കാർ പൊട്ടാൻ വേണ്ടി വന്നിട്ട് എവിടെ ആറ്റം ബോംബ്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഇന്ത്യൻ വേ ഓഫ് വാച്ചിങ് ഫിലിംസ്. The film is about atom bomb. What is atom bomb? To be very frank, ഞാൻ ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് എനിക്ക് പുതിയതായിട്ടൊന്നുമില്ല. ഇത് ഇസ് ലൈക്ക് നമ്മളെല്ലാവരും വാട്ട് വി ഓൾ ടോക്ക് അബൌട്ട് ഇറ്റ് ഇസ് ജസ്റ്റ് പുട്ട് ഇറ്റ് ഓൺ പേപ്പർ. ദർ ഇസ് നത്തിങ് ഭയങ്കര എക്സ്ട്രീംലി റിവീലിംഗ് ആയിട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക്. അതുപോലെ നമ്മൾ 2 മാസം മുമ്പേ അത് അങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ചിട്ട് വേണം ആ സീൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ അവർ ഓടി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ അവർ ഓടി കയറി വരുന്ന. ഐ ഹാവ് നോ ഐഡിയ അവിടെ എന്താ സംഭവിച്ചത്. ആസ് എ ഡയറക്ടർ, ആസ് എ മേക്കർ ഓൾസോ, Phantom is like we have fixed the language. We are doing a film in Hindi hopefully next year. Yeah, ആ സീൻ ഇറ്റ് വാസ് സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ള സീനായിരുന്നു. സോ ഇത് നമ്മൾ ഫസ്റ്റ് പടം തുടങ്ങുന്നതിന് മുമ്പേ അതിന് വർക്ക് ചെയ്ത് തുടങ്ങിയായിരുന്നു. പക്ഷേ ആ സീൻ ഡെലിവർ ആയത് പടത്തിൻ്റെ അപ്പനും ഒരു 3-4 ദിവസം മുമ്പേ. So we have been friends for a long time and we are still friends. So, but we decided that this is not for us. That's it. എൻ്റെ അമ്മ ഉള്ളതുകൊണ്ടാണ് ലൈക്ക് ഐ ഫിനിഷ്ഡ് കോളേജ് ഓർ ഫിനിഷ്ഡ് സ്കൂൾ ഓർ എന്ത് ലൈക്ക്. അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ലൈക്ക് ക്രേസി. അച്ഛൻ്റെ അടുത്ത് അച്ഛനത് മോൻ എത്രാം ക്ലാസ്സിൽ വെച്ചാൽ അച്ഛൻ ഒരു 5 മിനിറ്റ് ആലോചിക്കും എന്നിട്ട് എന്നെ നോക്കും നീ എത്രാം ക്ലാസ്സിലാണ് അതുകൊണ്ട് വെച്ചിട്ട്. ദാറ്റ് ഈസ് ഫാദർ. സ്കൂളുകളിൽ എൻ്റെ അനിയൻ അഡ്മിഷന് പോകുമ്പോൾ അവിടെ എൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ കൊടുക്കാറില്ല. ഇറ്റ്സ് റിയൽ. വി ആർ വെരി കമ്മ്യൂണിക്കേറ്റീവ്. പക്ഷേ നിൻ്റെ സിനിമ കൊള്ളാം നന്നായിരുന്നു അങ്ങനെ പറയുന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഹലോ ആൻഡ് വെൽക്കം എവറിബഡി ടു ദ ഷോ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡയറക്ടർ ചിദംബരം, മഞ്ഞുമൽ ബോയ്സ്. ആൻഡ് വെൽക്കം ചിദംബരം ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ചിതു എന്ന് വിളിക്കുകയാണ് വിത്ത് യുവർ പെർമിഷൻ. ഈ 200 crore ക്ലബിലെ മെമ്പർ ആവുക എന്ന് ഫസ്റ്റ് വൺ ഫ്രം ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ലൈഫ് എങ്ങനെയാണ് മാറ്റിമറിച്ചിരിക്കുന്നത്? ഇത് പറയില്ല ഒന്നും മാറിയിട്ടില്ല എന്ന് പറയില്ല. എവറിത്തിങ് വുഡ് ഹാവ് ചേഞ്ച് ഫോർ യു. Yeah, a lot of things have changed. Of course, അത് ചേഞ്ച് ചെയ്തില്ല പറയാൻ പറ്റില്ല ഒരിക്കലും. Changed very for good. Work and personal life and everything, it's for good. Yeah. So how does work change for you specifically? More possibilities, more doors are open. Like പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. Like we can dare to dream bigger and stuff like that. So, yeah, that's what been happening on the work side. Yeah. Bigger എന്ന് പറഞ്ഞാൽ എത്ര ബിഗർ? Bigger എന്ന് വെച്ചാൽ ലൈക്ക് എന്താ പറയാ റീസണബിളി ബിഗർ. Phantom films bigger or bigger than that as well? അങ്ങനെയല്ല ലൈക്ക് നോട്ട് എല്ലാ ഫിലിം ബിഗ് ആക്കണം എന്നുള്ളത് അങ്ങനെ നോട്ട് ബൈ സ്കെയിൽ തോട്ടലായാലും ഇറ്റ് ഷുഡ് ബി വെരി ഹ്യൂജ്. ദാറ്റ്സ് വാട്ട് വി ആർ ലുക്കിംഗ് ഫോർ. അപ്പോൾ ഇപ്പോൾ ഒരു മുംബൈയിലേക്ക് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അവിടെ ഒരു സെറ്റപ്പിനുള്ള ഒരു ഉദ്ദേശത്തിൽ ഇരിക്കുകയാണ് എന്ന് കേട്ടു. ഇപ്പോഴെന്താണ് അവിടെ നടക്കുന്നത്? വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ ഇൻ മുംബൈ? വൺ ഓഫ് മൈ മൂവീസ് ലൈക്ക് ദാറ്റ് ഐം ലൈക്ക് ചെയ്യാൻ പോകുന്നതിൽ വൺ ഈസ് വിത്ത് ഫാൻറ്റം ഫിലിംസ്. വൺ ഐ എം ഡൂയിങ് വിത്ത് മൈത്രി ഫിലിംസ് ഓൾസോ. ഓക്കെ. മൈത്രി മലയാളത്തിൽ? മൈത്രി വി ഹാവ് ഡിസൈഡഡ് വാട്ട് വി ഗോയിങ് ലൈക്ക്. സോ പക്ഷേ ഫാൻറ്റം ഈസ് ലൈക്ക് വി ഹാവ് ഫിക്സ്ഡ് ദ ലാംഗ്വേജ്. വി ആർ ഡൂയിങ് എ ഫിലിം ഇൻ ഹിന്ദി ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ. അപ്പോൾ ആരൊക്കെ പോയി കണ്ടിട്ടുണ്ട്? ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ സ്റ്റാർസിനെ മീറ്റ് ചെയ്തു? ഈ സൂപ്പർ സ്റ്റാർസിനൊക്കെ മീറ്റ് ചെയ്തു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസൈറ്റ് തരൂ ചെയ്തു. All thanks to Manjumal Boys, of course. I got to see a lot of people, a lot of South Indian stars and a lot of Hindi stars. And ഇതുവരെ ഒരിക്കലും കാണുന്നില്ല, പാടുന്ന പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ കാണാൻ പറ്റില്ല. Of course, I met Rajni sir, Kamal sir and everything. And മുംബൈയിലായി ഇങ്ങനെ ഞാൻ കൂളായിട്ട് സംസാരിക്കും. Yeah, I met Saif. I met Saif Ali Khan. What was it like? I'm just curious. എങ്ങനെയായിരുന്നു? Very great person to be with. And I went to his house. We spoke for some time and very സാധാരണ we never think it's a Nawab sitting in front of him. He's a cool guy. Yeah. And Kareena was around? No, she was not, unfortunately. Yeah. And who else? Then I have met a couple of people. I'm just wanting to know what you're up to in Mumbai. I'm very curious. Shahid Kapoor, I met Vicky Kaushal. Vicky Kaushal. A lot of people like that. And they're all like very warm people and you don't feel like you're with big actors. ഒരു 2 വർഷം മുമ്പ് ഇങ്ങനെ ലൈഫ് മാറി മറിയുന്ന സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവുക ചെയ്തു? അങ്ങനെയല്ല, സ്വപ്നങ്ങളില്ലേ. ഞാനിതൊരു കാര്യം എന്താ പറയാ, ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഈസ് എ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ ഓർ എനിത്തിങ് ലൈക്ക് ഓൾ ദീസ് തിങ്സ് ലൈക്ക് വൺ പോയിന്റ് ഓഫ് ടൈം ഐ ഹാവ് തോട്ട് ഓഫ് ദിസ്. ദാറ്റ് ഈസ് സോ ഇറ്റ് ഈസ് നോട്ട് വെരി ലൈക്ക് സം തിങ്സ് ഇസ് നോട്ട് വെരി സർപ്രൈസിങ് ബിക്കോസ് യു ജസ്റ്റ് ലൈക്ക് ഞാൻ ഒരു ഫിലിം ഫിനിഷ് ചെയ്തല്ലോ, ദാറ്റ് ഈസ് വെരി സർപ്രൈസിങ് ഫോർ മീ. അതിൻ്റെ ആഫ്റ്റർ മാത്തം അതെല്ലാം റിസൾട്ട്സ് എല്ലാം ഓക്കെ. ഒരു ആഫ്റ്റർനൂൺ യു മൈറ്റ് ഹാവ് ലൈക്ക് ഡ്രീംഡ് ഓഫ് ദിസ്. എല്ലാം ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ തന്നെ.
ആലോചിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ. ആൻഡ് ഡു ബിലീവ് ഇൻ പവർ ഓഫ് മാനിഫെസ്റ്റേഷൻ? ഐ ഡോണ്ട് നോ, ലൈക്ക് അങ്ങനെയല്ല, ചിലപ്പോൾ അത് സംഭവിക്കാറുണ്ട്. ആൻഡ് ലൈക്ക് ഐ എം നോട്ട് ലൈക്ക് വണ്ടർ, ലൈക്ക് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അത്ഭുതം തോന്നാറില്ല അങ്ങനെ ഒരു കാര്യങ്ങൾക്ക്. ലൈക്ക് ഈ സ്ട്രേഞ്ച്നെസ് ഓഫ് ലൈഫ്, ഒരു വിയേർഡ് കോൺഫിഡൻസസ്, ലൈക്ക് ഐ ഡോണ്ട് എനിക്ക് അങ്ങനെ അതിലൊന്നും അത്ഭുതങ്ങൾ തോന്നാറില്ല. ഐ ഡോണ്ട് നോ വൈ. പക്ഷെ ഞാൻ പറയാം, ഞാൻ ചിതുവിനോട് സംസാരിക്കുമ്പോൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചിതുവിൻ്റെ ജാനിമൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ടോൾഡ് യു അബൌട്ട് ഇറ്റ്. ഓക്കെ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ വോണ്ട് ടു വാച്ച് ദ മൂവി. ഞാൻ മഞ്ഞുമലിന് ശേഷമാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ ജാനിമൻ ഇരുന്ന് കണ്ടു. ആൻഡ് ഐ തോട്ട് ഇറ്റ് വാസ് എ സ്പെക്ടാക്കുലർ മൂവി. എല്ലാവരും പറയുമ്പോൾ ഞാൻ എല്ലാവരും ജാനിമൻ കണ്ടില്ലേ, പിന്നെ ജാനിമൻ കണ്ടില്ലേ. അപ്പോൾ ഇത് എന്താണ് സംഭവം ഈ സിനിമയിൽ ഇത്ര ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സിനിമ ഇരുന്ന് കണ്ടപ്പോഴാണ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുള്ളി മെയ്ഡ് മൂവി ആൻഡ് ഇറ്റ്സ് യുവർ ഫസ്റ്റ് മൂവി. ആൻഡ് അത് ആ ഒരു പ്രോജക്റ്റ് ടേക്ക് ഓഫ് ചെയ്യുക, അത് എത്ര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു? ഐ എം ഷുവർ മഞ്ഞുമൽ മസ്റ്റ് ഹാവ് ബീൻ മച്ച് ഈസിയർ ജാനിമന് ശേഷം. ജാനിമൻ പ്രോജക്റ്റ് മൗണ്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു ആക്ച്വലി. അത് എനിക്ക് ആക്ച്വലി ഐ വാസ് ബ്രോട്ട് ഇൻ ടു ദ പ്രോജക്റ്റ് അങ്ങനെയും പറയാം. ബിക്കോസ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ബർത്ത്ഡേക്ക് സംഭവിച്ചതാണ് എൻ്റെ പകുതി. സോ ഐ വെന്റ് ടു ട്രിവാൻഡ്രം ടു സീ മൈ ഓൾഡ് ഫ്രണ്ട്, ലൈക്ക് എൻ്റെ ഹൈസ്കൂൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ്. ആൻഡ് ഐ വാസ് ടേണിങ് 30 ദാറ്റ് ഇയർ. സോ ഐ വാണ്ടഡ് ടു ലൈക്ക് സ്പെൻഡ് മൈ ബർത്ത്ഡേ വിത്ത് ബോയ്സ് ആൻഡ് ലൈക്ക് അപ്പം ഞാൻ എൻ്റെ പഴയ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു. അവിടെ പാർട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് വീട്ടിലൊരു അമ്മൂമ്മ മരിച്ചുപോയി. സോ ദെൻ വി ഹാഡ് ദാറ്റ് ഒരു മോറൽ, നമ്മളിത് ഇനി പാർട്ടി ചെയ്ത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ വി ജസ്റ്റ് സ്റ്റാർട്ടഡ് പാർട്ടിയിങ്. Then we started being അന്താക്ഷരി ആൻഡ് ഓൾസോ. അപ്പം ഞാൻ ആ ഡെത്തിന് ഡിസ്റെസ്പെക്ട് ചെയ്യുന്നില്ല. ബിക്കോസ് അതങ്ങനെ അവർ ഒരു സിറ്റിയിൽ യു ഡോണ്ട് നോ ഹൂ ദേ ആർ. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഏലിയനേഷൻ വരും, ലൈക്ക് കൂട്ടണം. അപ്പം അറിയുന്ന ആൾക്കാരുടെ വിഷമത്തിൽ അപ്പം അങ്ങനെ ഒരു അവിടെ നിന്നാണ് ദെൻ ഐ ഷെയർ ദിസ് തോട്ട് ടു ഗണപതി. ലൈക്ക് വെൻ ഐ വാസ് ഇൻ കണ്ണൂർ, ഐ വാസ് വിത്ത് ഞാൻ അനിയനോട് ഇത് പറഞ്ഞു. അപ്പം ദെൻ വി ലെഫ്റ്റ് ഇറ്റ്. ഞാൻ ലൈക്ക് ഇവിടെ ലൈക്ക് നല്ലൊരു തമാശ പടമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടു. Then he came to Cochin and he was talking with Ganesha and Lakshmi, the producers of Janiman. ഇങ്ങനെ അവരെന്തോ ഒരു പാർട്ടീൻ്റെ ഇടയിൽ they were talking about and ഗണു ഇത് പറഞ്ഞപ്പോൾ they liked it and അത് ചെയ്യാന്ന് പറഞ്ഞു. And I was calling ഇത് പടം ചെയ്യാന്ന് പറഞ്ഞു. And I was supposed to like make a very serious film. അങ്ങനെ I was very hesitant to do a comedy film. And അത് because it's very tough. കാരണം അത് ഏറ്റവും ടഫസ്റ്റ് ജോണറാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം കോമഡി ചെയ്യുന്നായിരുന്നു. അപ്പം ഐ വാസ് വെരി ഹെസിറ്റന്റ്, അത് ചെയ്യണോ വേണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു, അച്ഛൻ എങ്ങനെയാണ് ഒരു സിനിമയിലൊക്കെ അവസരം വന്നിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഐ വാണ്ടഡ് ടു ബി എ ഡയറക്ടർ, ലൈക്ക് ഒരു സിനിമ ചെയ്യണം എന്നുള്ളപ്പം ഓഫ് കോഴ്സ് ഐ കാൺ ലൈക്ക് ഇത്. പക്ഷേ കോമഡി ചെയ്യാനുള്ള ധൈര്യമുണ്ട്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പം അച്ഛനാണ് ഇങ്ങനെ പറഞ്ഞു കോമഡി ഓക്കെ, ലൈക്ക് ഐ ഡിഡ്ന്റ് ടെൽ ഹിം വാട്ട് ദ സബ്ജക്ട് ഇസ് അബൌട്ട്. ഹി ജസ്റ്റ് ടോൾഡ് മീ ലൈക്ക് ലോകത്തിലെ എല്ലാ വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളും തമാശയിലൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐ തിങ്ക് യു ഷുഡ് ഡു ലൈക്ക് ഫോർ എക്സാമ്പിൾ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ ബൈ ചാർലി ചാപ്ലിൻ. ഇറ്റ്സ് അബൌട്ട് Hitler and so that was ഒരു push to make Janiman film. Yeah. അപ്പോൾ റൈറ്റിങ്ങിനാണ് ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്തത്? ബിക്കോസ് I was the main writer and എനിക്ക് additional screenplay ഗണപതി and one by one submission ഉണ്ടായിരുന്നു. We finished it in a month or so. Oh, that was it. Yeah. ഒരു 1.5 മാസത്തിൽ Janiman എഴുതി തീർത്തു. It was like an instant noodles actually. ശരിക്കും it was meant to be in a way. It's like a very instant movie. Like Corona time lana, it's a small subject between two houses and we had a very limited number of crew and everything. നമ്മുടെ കാസ്റ്റ് തന്നെ ക്യാരക്ടേഴ്സ് തന്നെ കുറേ പേരുണ്ടല്ലോ. അത് ഫ്രെയിമിൽ തന്നെ 35 പേരുണ്ട്. അപ്പോൾ ഈ 35 പേരുമാണ് ഈ ഫ്രെയിമില് ബാക്കി എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അപ്പം തന്നെ നമുക്ക് അന്ന് കോവിഡ് റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് ക്രൂവിൻ്റെ എണ്ണം അങ്ങനെയൊക്കെ ചെയ്തൊരു പടമാണത്. ഞാൻ ബാലുവിനോട് പറയുകയും ചെയ്തു, ബാലുവിന് വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ്. He has done such a remarkable job. In fact, all artists have performed very well. So when I was watching the movie Manyumal, അതിനകത്താണ് ശരിക്കും പറഞ്ഞാൽ സിനിമാറ്റോഗ്രഫി വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ആൻഡ് സ്പെഷ്യലി ദ പാർട്ട് വെർ ഹി ഫോൾസ് ഇൻ ടു ദ പിറ്റ്. ഇറ്റ് ഈസ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ലൈക്ക് അതിന് സിനിമാറ്റോഗ്രഫി ഉണ്ട്, അതിൽ റൈറ്റിങ്ങിൻ്റെ ഉണ്ട്, അതിൽ ഓഫ് കോഴ്സ് എഡിറ്റിങ്ങിൻ്റെ ഉണ്ട്. എവറിത്തിങ് കംസ് ടുഗെദർ അറ്റ് ദാറ്റ് മൊമെന്റ് വെൻ ഹി ഫോൾസ് ഇൻ ടു ദാറ്റ് പിറ്റ്. ആൻഡ് ഇറ്റ് വാസ് സോ സ്പെക്ടാക്കുലർലി ഡൺ. ഈ ഒരു സീനിന് വേണ്ടി ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിരുന്നു ടു കൈൻഡ് ഓഫ് ഡിവൈസ് ആൻഡ് ഡിസൈൻ ദാറ്റ് ഫീൽഡ്. കുട്ടി ഓടി വന്ന് ചാടി ആ സീനാണ്. ആ സീൻ ഇറ്റ് വാസ് സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ള സീനായിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് പടം തുടങ്ങുന്നതിന് മുമ്പേ അതിൽ വർക്ക് ചെയ്ത് തുടങ്ങിയായിരുന്നു. പക്ഷെ ആ സീൻ ഡെലിവർ ആയത് പടത്തിൻ്റെ അപ്പനും ഉണ്ട് ഒരു 3-4 ദിവസം മുമ്പേ. ലാസ്റ്റ് ഇത് കണ്ടിട്ട് അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ഒക്കെ ലാസ്റ്റ് മിനിറ്റ് ആണ് നമ്മൾ മുംബൈയിൽ നിന്ന് ചെയ്ത്. അങ്ങനെ സൗണ്ട് ടീമൊക്കെ മുമ്പേ. അപ്പം അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഒട്ടിച്ചൊരു സാധനമാണത്. ബട്ട് വി ഹാവ് സ്റ്റാർട്ടഡ് വർക്ക് സ്ക്രിപ്റ്റ് ടൈമിൽ തന്നെ. ആ ഷോട്ട് എങ്ങനെയാണ് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഫസ്റ്റ് വി ഷോട്ട് ദ കിഡ് ജമ്പിങ്. ആ ഷോട്ട് എടുത്തു.
ഇതെല്ലാം ഞാൻ ഈ ബാക്കി കൊടൈക്കനാലിൽ എന്താ പറയുക, ഇവർ ഈ ഫ്രാൻറ്റിക് ആയിട്ട് ഇവർ ഓടുന്നു, ജീപ്പ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, ഇതൊക്കെ ആദ്യം ഷൂട്ട് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഗുഹ ഷൂട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇങ്ങനത്തെ ഒരു സിനിമ അച്ചീവ് ചെയ്തെന്ന് വെച്ചാൽ ഇറ്റ്സ് ഷുഡ് ബി ഫുള്ളി റിട്ടേൺ. അപ്പോൾ അതിൻ്റെ എ ടു ബി അറിഞ്ഞ ആ ബി പോയിന്റിലെത്തുമ്പോൾ എന്തായിരിക്കും ആ ഇമോഷൻ്റെ ഹൈറ്റ്, അതുപോലെ നമ്മൾ 2 മാസം മുമ്പേ അത് അങ്ങനെ ആയിരിക്കും എന്ന് ആലോചിച്ചിട്ട് വേണം ആ സീൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ അവർ ഓടി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് പോലീസ് സ്റ്റേഷനിൽ അവർ ഓടി കയറി വരുന്ന ഐ ഹാവ് നോ ഐഡിയ അവിടെ എന്താ സംഭവിച്ചത്. ആസ് എ ഡയറക്ടർ, ആസ് എ മേക്കർ ഓൾസോ ഞാൻ ചെയ്തു വന്നാലല്ലേ എനിക്കറിയാം അവിടുത്തെ എന്തായിരിക്കും അവിടുത്തെ സിറ്റുവേഷൻ. സോ അതറിയാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മൂവ്മെന്റ്, കാരണം ആ ഹസി വീഴുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ ഇവിടെയാണ് എന്റെ നെഞ്ചിൽ. സോ അത് ജമ്പിങ് ഇൻ ടു അൺനോൺ. സോ ഐ വാസ് ദാറ്റ് കിഡ് ഹൂ ലൈക്ക് നമ്മളെല്ലാവരിലും ചിലപ്പോൾ ആ കുട്ടി ഉണ്ടായിരുന്നേക്കുന്നത് എല്ലാവരും ചാടുമ്പോൾ ഒന്ന് പേടിച്ച് നീ അവിടെ നിൽക്കുന്നത്. സോ ഐ കുഡ് ലൈക്ക് റിയലി അണ്ടർസ്റ്റാൻഡ് സുഭാഷ് ബാക്ക് ദെൻ. അപ്പോൾ അങ്ങനെ ജമ്പിങ് ഇൻ ടു അൺനോൺ ആൻഡ് ലൈക്ക് ചൈൽഡ്ഹുഡ്, അങ്ങനത്തെ ഒരു ഡുവാലിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഈ ജാനുമനിൽ ഏറ്റവും പേഴ്സണലി ഒരു ഇഷ്ടപ്പെട്ട ഡെവലപ്പ് ചെയ്ത ക്യാരക്ടർ ഏതാണ്? കുറേ ക്യാരക്ടേഴ്സ് ഉള്ളതിരുന്ന് ഏറ്റവും ശരിക്കും എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഈ വ്യക്തിയാണ് എന്ന് തോന്നിയത് ഏതാണ്? ഇവന്റ് മാനേജർ നല്ല ക്യാരക്ടറാണ്. There is also a possibility in that character. Yeah, കാരണം അതൊരു character has a lot of backstory which is not told, like പക്ഷെ അത് which can be understood that he might have a good education or something, പക്ഷേ സോ ഒരു എക്കണോമിക്കൽ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് അങ്ങനെ. സോ ഐ തിങ്ക് ദാറ്റ് ക്യാരക്ടർ ഐ ലൈക്ക് ജോയ്മോൻ ഓൾസോ. ജോയ്മോൻ ഞാൻ ജോയ്മോൻ ബേസ് ഉള്ളതുകൊണ്ട് മാത്രം വർക്കൗട്ട് ആയ ഒരു ക്യാരക്ടറാണ്. ശരിക്കും ഇറ്റ് ഇസ് എ വെരി ട്രിക്കി ക്യാരക്ടർ. ലൈക്ക് എവരിവൺ ഇൻ ദാറ്റ്. അച്ഛൻ്റെ കാര്യം പറഞ്ഞല്ലോ, സതീഷ് പൊതുവാൾ, അദ്ദേഹം റൈറ്ററാണ്, ആക്ടറാണ്. ഹി ഈസ് ഓൾസോ ആക്ടഡ് ഇൻ മൂവീസ് അല്ലേ? Yeah, he has done one movie like with Jairaj sir. And he has also been an assistant He's an assistant director and long a director. time. Yeah. ഇത്രയും അധികം വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ കുട്ടിക്കാലം മുതൽ ഞാൻ വായിച്ചതാണ്, അച്ഛൻ എല്ലാ സെറ്റ്സിലും നിങ്ങൾ രണ്ടുപേരും കൂടി കൊണ്ടുപോയായിരുന്നു. അങ്ങനെയല്ല, വല്ലപ്പോഴും ഉള്ളോ? ഞാൻ വായിച്ചത് അങ്ങനെയല്ല, ഓൾമോസ്റ്റ് എല്ലാ സെറ്റ്സിലും കുട്ടികളെ കൊണ്ട് പോകുമായിരുന്നു. അച്ഛൻ പണിയെടുക്കാൻ പോകില്ല. അച്ഛൻ ഈ 2 പിള്ളേരും കൊണ്ടുപോയി പണി നടക്കൂലല്ലോ. അതുകൊണ്ട് അച്ഛൻ അങ്ങനെയല്ലേ, എല്ലാം നിർബന്ധിച്ച് അച്ഛൻ കൊണ്ടുപോകില്ല. അച്ഛൻ ഈസ് നോട്ട് സം പേഴ്സൺ ഹു വിൽ ടേക്ക് ഹിസ് ഫാമിലി ടു സെറ്റ്. അങ്ങനത്തെ ഒരു ആളല്ല. ലൈക്ക് ഇറ്റ്സ് എ ടോട്ടലി ഡിഫറെൻറ്റ് ലൈഫ്. നമ്മളൊക്കെ വല്ലപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പോയിരിക്കുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഞാൻ ട്രിവാൻഡ്രത്താണ് എൻ്റെ സ്കൂളിംഗ് കണ്ടത്. അപ്പോൾ അച്ഛൻ അവിടെ ഡബ്ബ് കിടക്കുമ്പോഴും എഡിറ്റ് കിടക്കുമ്പോഴും പണ്ട് സിനിമകളെല്ലാം ചിത്രാഞ്ജലിയിലായിരുന്നല്ലോ. മലയാളം സിനിമ വാസ് ദെയർ അറ്റ് എ പോയിന്റ് ഓഫ് ടൈം, ലൈക്ക് മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ഷൻസ്. ആ സമയങ്ങളിൽ ഞാൻ അവിടെ സ്ഥിരം പോകുമായിരുന്നു. അപ്പോൾ അങ്ങനെ ടെക്നീഷ്യൻസിനെ കാണും. സോ ഐ ന്യൂ ദ എക്കോ സിസ്റ്റം. ഷൂട്ടുകൾ ഞാൻ വളർന്ന് ഞാൻ ഒരു ടീനേജ് കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഞാൻ അച്ഛൻ്റെ ലൊക്കേഷനിലൊക്കെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയത്. അപ്പൊ സ്വയമേ ഇൻട്രസ്റ്റ് വന്നത് അല്ല, ഞാൻ വെറുതെ പോകുന്നതാ. അല്ലാണ്ട് സിനിമയായിട്ട് യാതൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ആ വെക്കേഷൻ അതിനകത്തിനോട് കുരുത്തക്കട കുപ്പിക്കുക അങ്ങനെ പോകുന്നത്. അല്ലാണ്ട് സിനിമയായിട്ട് അങ്ങനെ വലിയ സിനിമ കാണാനും പഠിക്കാനായിട്ട് പോയതല്ല. അതുപോലെ കൂടെ ഗണപതിയും കൂട്ടിക്കൊണ്ടായിരിക്കും പോവുക നിങ്ങൾ രണ്ടുപേരും കൂടി? ഇല്ല. കാരണം ഇല്ല, ഗണപതി അച്ഛനും ഞാൻ അവനെ കൂട്ടിയിട്ട് പോകുന്ന അങ്ങനെ. കാരണം നമ്മൾ പ്രായം ഡിഫറൻസ് ഉള്ളൂ. അന്ന് ഞാൻ ടീനേജറപ്പോൾ ആ ഒരു രണ്ട് ക്ലാസ്. ഇപ്പോഴാണല്ലോ നമ്മൾ ഒരേ കാറ്റഗറിയിൽ. അന്ന് ലൈക്ക് ഐ ഹാവ് ഡിഫറെന്റ് സെറ്റ് ഓഫ് ഫ്രണ്ട്സ്, ഈസ് എ കിഡ്, അങ്ങനെ. അച്ഛൻ കൊണ്ടുപോകും ലൊക്കേഷനിൽ, അതിന് ഡോക്യുമെന്റ് എല്ലാം കൊണ്ടുപോകും. അപ്പോൾ ഐ മീറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ, ലൈക്ക് ലോട്ട് ഓഫ് ഫിലിം മേക്കേഴ്സ്. ചെറുതിൽ ഇപ്പോൾ ടി വി ചന്ദ്രൻ ആയാലും KR മോഹൻ, അങ്ങനെ ലോട്ട് ഓഫ് ഫിലിം മേക്കേഴ്സിനെ ഞാൻ ചെറുതിൽ കാണുമായിരുന്നു. അപ്പോൾ ഒരു ഫിലിം മേക്കർ ആവണം എന്ന് തന്നെയായിരുന്നു മനസ്സിൽ? ഇല്ല, എനിക്ക് അതൊരു കോളേജ് ഫസ്റ്റ് എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ ഓരോ ടൈമിൽ ഓരോ ആഗ്രഹങ്ങളായിരുന്നു പല സമയങ്ങളിൽ. ഫിലിം മേക്കർ എനിക്ക് അച്ഛനെ ചെറുതിലെ ഞാൻ ഫിലിമിൽ കാണുന്നുണ്ട്, ഫിലിം മേക്കറാണ്. പക്ഷെ ഐ എം നോട്ട് സീയിങ് എനി ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ ഓഫ് ഇറ്റ്, ഓർ ലൈക്ക് ഒരു അതിൻ്റെ എന്താ പറയുക, ക്രീമി ലെയർ ഓഫ് ഫിലിം ദാറ്റ് ഐ എം നോട്ട് എക്സ്പ്രസ്. സോ ഫിലിം ഓക്കെ ഈസ് ജസ്റ്റ് ഗോയിങ്. അപ്പം എനിക്ക് ഭയങ്കര ആസ്പിറേഷൻ ചെറുതിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ അത്രയും സിനിമകൾ കണ്ടിട്ടുള്ളത്. അത് അച്ഛൻ്റെ കൂടെ പോകുമ്പോൾ ഫിലിം ഫെസ്റ്റിവലിൽ പോകുമ്പോൾ ഞാൻ ഓക്കെ വാട്ട് എ ബോറിംഗ് ഫിലിം. So that was like I was not a cinephile back then. And creamy layer, അതായത് അതിന്റെ നല്ല വശങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ you meant the financial sides അത്രയും comfortable ആയിരുന്നില്ല, right? Like and that's also he was always a struggling associate director, and he was a documentary filmmaker. അങ്ങനെ he was like ഒരു നോർമൽ ജോബിന് പോകുന്ന ഒരാളെ പോലെ ആയിരുന്നു. both of them, I was an assistant and assistants and associate directors, they all കുറച്ച് കഷ്ടമാണ്, സ്ട്രഗിൾ ആണ്. ലൈക്ക് so I've seen that struggle a lot.
when did actually this germ of an idea come in? എനിക്ക് സിനിമയിൽ Because I was totally jobless and I didn't have a college to go. So I was like, എന്നാ പിന്നെ പോയി കുറച്ച് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പണിയെടുക്കാം, അങ്ങനെ പോയതാണ്. അപ്പോൾ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് I was like, ഞാൻ സ്കൂൾ കഴിഞ്ഞിട്ട് I took admission in St. Aloysius College in Bangalore. എന്നിട്ട് ക്ലാസ് ആയിട്ട് പൊട്ടിന്ന് കേട്ടു. ഞാൻ പോയിട്ടില്ല, ഞാൻ കോളേജിൽ പോകും, ക്ലാസ്സിൽ കയറാറില്ല. കോളേജ് ഇസ് ഫൺ, ലൈക്ക് അവിടെ പോയി ലൈക്ക് ഇറ്റ്സ് ഫൺ, ലൈക്ക് ലോട്ട് ഓഫ് പീപ്പിൾ ആൻഡ് വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ ദർ ആൻഡ് ഓൺലി ഫൺ. സോ ഓഫ് കോഴ്സ് ഫസ്റ്റ് ടൈം തന്നെ എനിക്ക് അറ്റൻഡൻസ് ഇയർ ഔട്ടായി. ഓക്കെ ഒരു കൊല്ലം കൂടെ ഇതിരിക്കുന്നു. ഓക്കെ നോട്ട് ഡൂയിങ് ഇറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കെയിം ബാക്ക് ടു കണ്ണൂർ. ഐ വാസ് ലൈക്ക് സം അങ്ങനെ കണ്ണൂർ ഇങ്ങനെ നിന്ന് ഒന്നും ചെയ്യാറുണ്ട്. അപ്പോഴാണ് ഐ ഗോട്ട് ടു മീറ്റ് മോഹൻ സാർ. 2005 or 6 or something like that. തറവാട്ടിൽ തെയ്യമായിരുന്നു. അപ്പോഴാണ് അന്ന് ഡോൺ ഇറങ്ങിയ വർഷം എന്തുമായിരുന്നു. ഷാറുഖ് ഖാൻ. അപ്പോൾ ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ദിസ് ഗൈ ഷോട്ട് ഡോൺ. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഏതോ ഒരു ഹിന്ദി സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഡോൺ. വാവ്, ദാറ്റ് വാസ് ദ ബിഗ്ഗസ്റ്റ് ഫിലിം ഓഫ് ദി ഇയർ and aesthetically and it really inspired me, like if this guy from the എന്താ പറയുക like from Kannur and from a family from that background can like go reach and do that, like yeah, definitely there is something to it. And it was a very, but it took me 10-12 years again meet Mohan sir to work with him. Then I like പിന്നെ ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്തു. ജയരാജ് sir, my father was also working with Jayaraj sir കുറച്ച് മുമ്പ് 2-3 പടങ്ങൾ back then. So I went to him and he was very happy to take me in. Yeah. അപ്പോഴും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പതുക്കെ പിന്നെയാണ് തുടങ്ങിയത്. ഇൻട്രസ്റ്റ് ശരിക്കും എപ്പോഴാണ് ഉണ്ടായത്? എനിക്ക് അറിഞ്ഞു ഇപ്പോഴും ഇങ്ങനെ ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഡയറക്ടറിന് ഞാൻ ഒരു യങ് ഡയറക്ടർ എന്ന നിലയ്ക്ക് വയ്ക്കുകയാണ്. നമ്മൾ ഈ പലപ്പോഴും സീനിയർ ഡയറക്ടേഴ്സൊക്കെ പല ആസ്പെക്ട്സ് ഉണ്ടെങ്കിലും നമ്മളൊരു പുതിയതായിട്ടൊരു മേഖലയിലെത്തി എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞാൽ ദ ഫസ്റ്റ് വേവ് ഓഫ് സക്സസ് ദാറ്റ് യു ഫീൽ, വാട്ട് യു ഫീൽ സസ്റ്റെയിൻസ് യു ഇൻ ദിസ് ഇൻഡസ്ട്രി? കാരണം പലരും പറയാറുണ്ട് നമുക്ക് ഫസ്റ്റ് ബ്രേക്ക് കിട്ടാനും നമ്മൾ ഒരു നോട്ടിസ്ഡ് ആവാൻ നമുക്ക് അധികം ടൈം എടുക്കില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോവുകയാണ് ഭയങ്കര പ്രയാസം എന്ന് കേൾക്കാറുണ്ട്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ദാറ്റ്? ഇതെല്ലാത്തിലും അങ്ങനെ എനിക്കറിയില്ല. എസ്പെഷ്യലി അൺസർട്ടനിറ്റി ഭയങ്കര ഹൈ ആയിട്ടുള്ളൊരു മേഖലയാണ് സിനിമ. ദാറ്റ്സ് വാട്ട്സ് ഓൾസോ ഡ്രൈവ്സ് എ ലോട്ട് ഓഫ് പീപ്പിൾ. ഐ ഡോണ്ട് വാണ്ട് സർട്ടനിറ്റി. എനിക്ക് രാവിലെ വെച്ച് കൃത്യം ഇതാണ് അത് വേണ്ട. സോ ദാറ്റ് ഈസ് ഓൾസോ അൺസർട്ടനിറ്റി ഉണ്ട്. ദാറ്റ് ഈസ് ഡെയിലി രാവിലെ വാങ്ങിച്ചിട്ട് അയ്യോ എന്ത് സംഭവിക്കുന്നത്, സിനിമ വർക്കാവുമല്ലേ. സോ ദാറ്റ് ഈസ് ദെയർ ആൻഡ് ഇറ്റ്സ് filmmakers are crazy people, actors are like also a bunch of crazy people. like കാരണം കൺവെൻഷണൽ ആയിട്ടൊന്നും വേണ്ടല്ലോ, കാരണം അതെല്ലാം മാറ്റിയിട്ടാണല്ലോ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ റിസ്ക്കും ഭയങ്കര ഹൈ ആണ്. ഞാൻ എവിടെ ഇന്റർവ്യൂവിൽ വായിച്ചത് ഭയങ്കര എഡ്ജിയാണ് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത്. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ യു ടു സിറ്റ് സ്റ്റിൽ, സ്ലീപ്പ്, ഡു ഓൾ ദാറ്റ് ഡ്യൂറിങ് ഫിലിം ബീങ് മെയ്ഡ്. പക്ഷെ തിരിച്ച് പറയുന്നതും ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം ഫിലിം മേക്കേഴ്സ് വളരെ കാം ആയിരിക്കണം, വളരെ കമ്പോസ്ഡ് ആയിരിക്കണം, എല്ലാ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. ഇത് ഭയങ്കര ഒരു കോൺട്രഡിക്ഷൻ ആണ്. എല്ലാം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള ഭയങ്കര കമ്പോഷർ വേണം ആസ് എ ഫിലിം മേക്കർ. Because you are a man, like if you are a director, you are a man of authority and you have power and like പെട്ടെന്ന് ദേഷ്യം വരാനുള്ള 1000 കാരണങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും. You can't abuse, like ചീത്ത വിളിക്കും എല്ലാം ഉണ്ട്, പക്ഷേ can't be personal and everything. Even if you get scolded at as an assistant director, you don't take it personal. It's like all our height of its money is running. It's like money is flowing, like every second it is going, and so everyone will be edgy. And it has ഒരു ഓർഡർ ഉണ്ട് edginess ഉണ്ട്, from production to direction side. പിന്നെ അവിടുന്ന് ഇങ്ങനെ cameraman is supposed to be the main person who decides the speed of the shoot. Like if the director doesn't have any, then the ball is on the cinematographer to like keep it moving, like അടുത്ത ഷോട്ട്. So it there is ഒരു സ്നോബോളിംഗ് ഉണ്ട് അതിൻ്റെ. ബേസിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മിന്നൽ മുരളിയുടെ സമയത്ത് ബേസിൽ ഫുൾ നെർവസ് ബ്രേക്ക് ഡൗൺ പോലെ ആയിട്ടുണ്ട്. ബേസിൽ തമാശക്കാരൊന്നുമല്ല കേട്ടോ, ബേസിൽ ഒട്ടും തമാശക്കാരനല്ല ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ എങ്ങനെയായിരുന്നു, വെൻ വാസ് യുവർ ബ്രേക്ക് ഡൗൺ ഡ്യൂറിംഗ് ദ മൂവി മേക്കിംഗ് പ്രോസസ്? അതുപോലെ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ട്? ബ്രേക്ക് ഡൗൺ എനിക്ക് ഉണ്ടാവില്ല. ഐ ജസ്റ്റ് ഞാൻ ചീത്ത പറഞ്ഞ രണ്ടുപേരേ ഉള്ളൂ, ലൈക്ക് മൈ അസോസിയേറ്റ്സ്. ബാക്കി അവർ they are supposed to do the rest. Like I trusted those guys to like do this and ഇപ്പം ബാക്കി എല്ലാവരും എനിക്ക് ആരും ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. Like they were supposed to do this and that is how they work. They know that too. Like അത് ആ പാക്കപ്പ് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് അങ്ങനെ ഒരാൾ അതോറിറ്റേറിയനായിട്ട് ചീത്ത വിളിക്കുന്ന ഒരു പരിപാടിയല്ല. ബിക്കോസ് കേരളത്തിനടുത്ത് ഏറ്റവും കുറവ്, ബിക്കോസ് വി ഹാവ് എ കമ്മ്യൂണിസ്റ്റ് അപ്ബ്രിങ്ങിങ് ആൻഡ് ലൈക്ക് നമുക്ക് ആ തൊഴിലാളി ഇപ്പം അങ്ങനെ അല്ല, ലൈക്ക് എവരി വൺ ഇസ് എ തൊഴിലാളി. സോ ദാറ്റ് ഈസ് ദെയർ ഇൻ ഫിലിം ഓൾസോ. നമുക്ക് ഹൈറാർക്കിയിൽ കുറച്ചും കൂടെ സമത്വമുള്ളൊരു ഇൻഡസ്ട്രി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ട് അച്ഛൻ്റെ കൂടെ സെറ്റിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ കൊണ്ടുപോകാതെ തന്നെ സെറ്റിൽ പോയിട്ടുണ്ട്. ഇപ്പം അച്ഛൻ എപ്പോഴെങ്കിലും സെറ്റ് വന്നിട്ടുണ്ടോ കാണാൻ?
അച്ഛൻ ഞാൻ അസിസ്റ്റ് ചെയ്യുന്ന പടങ്ങളിലൊക്കെ അച്ഛൻ വന്നിട്ടുണ്ട്. ഞാൻ അച്ഛൻ മഞ്ഞുമല്ലിൽ മഞ്ഞുമല്ലിൽ വന്നിട്ടില്ല, ജാനിമല്ലിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. Yeah. ജാനിമണിൽ വന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് ഡിഡ് ഹി ടോക്ക് ടു യു അബൌട്ട് ഇറ്റ് ആഫ്റ്റർ ദാറ്റ്? അങ്ങനെ അച്ഛൻ സിനിമ കൊള്ളാന്ന് പറയും. Are you guys very communicative as a father and son? We are very communicative. ഹാ. പക്ഷേ നിന്റെ സിനിമ കൊള്ളാം, നന്നായിരുന്നു, അങ്ങനെ പറയുന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഞാൻ കണ്ടു അങ്ങനെ തേർഡ് സീൻ അങ്ങനെ അങ്ങനത്തെ ഒരു കമ്മ്യൂണിക്കേഷൻ ലൈക്ക് അല്ലാണ്ട് but he loved it like that. I got to make a film, not just a two, and like it's successful, and he's very happy about that. ഈ 200 crore ക്ലബിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? He doesn't talk about that. He knows that is not film. അതല്ല നമ്മൾ we are not aspiring for that, and I am not aspiring. So he doesn't talk about 200 കോടി എന്താ ടാക്സ് അടിച്ചോന്നല്ല ചോദിക്കുന്നത്. അതൊന്നും it's not as ഇതൊന്നുള്ളൂ. Like he's just to make good films and then yeah. എവിടെയോ again I read that I was a difficult son. Ganpati was a difficult son again, and my father was a difficult husband. ഇതിനകത്ത് ഒരാളും കൂടി ഉണ്ട്, അമ്മ. Tell me about your mom. അതെ, ഈ 3 ആണുങ്ങളും വീട്ടിലെ സിനിമ 3 നേരം ചവച്ചരച്ച് കുടിക്കുന്ന കക്ഷികളാവുമ്പോ ഈ അമ്മയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കി. She's a teacher and she's a teacher. Oh, she was a teacher. ഇപ്പൊ ടീച്ചിങ് ഇല്ല, ഇപ്പം she is like chilli. അപ്പം ഈ ഗ്രൗണ്ടഡ് ലൈക്ക് അതാണ് റിയാലിറ്റിയിലേക്കുള്ള ഒരു ബന്ധം വരുന്നത്. ബാക്കിയെല്ലാം സിനിമയാണല്ലോ. ബാക്കി സിനിമ അല്ല ലോകം, ബാക്കി സൊസൈറ്റി ഫങ്ഷൻസ് ലൈക്ക് ദിസ് അങ്ങനെയൊക്കെ അതൊക്കെ പറഞ്ഞ അമ്മ എൻ്റെ അമ്മ ഉള്ളതുകൊണ്ടാണ് ലൈക്ക് ഐ ഫിനിഷ്ഡ് കോളേജ് ഓർ ഫിനിഷ്ഡ് സ്കൂൾ ഓർ ലൈക്ക് അല്ലെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ലൈക്ക് ക്രേസി. അച്ഛനോട് മോൻ എത്രാം ക്ലാസ്സിൽ വെച്ചാൽ അച്ഛൻ ഒരു 5 മിനിറ്റ് ആലോചിക്കും, എന്നിട്ട് എന്നെ നോക്കും നീ എത്രാം ക്ലാസ്സിലാണ്, അതുകൊണ്ട് വെച്ചിട്ട് ദാറ്റ് ഈസ് ഫാദർ. ഗണപതിക്ക് എങ്ങനെയാണ്? ഗണപതി അങ്ങനെ അമ്മയും അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ട്രീറ്റ് ചെയ്ത് ഒരുപോലെയാണോ, അതോ ഗണപതി ഇത്തിലൂടെ ഒരു ലീനിയൻ കർവിലായിരുന്നു? അല്ല അങ്ങനെയല്ല, രണ്ടുപേരും അല്ല. ഐ ഗോട്ട് ഞാൻ മൂത്തായോണ്ട് ലൈക്ക് എല്ലാം എന്നെ കണ്ട് പഠിച്ചു എന്നുള്ളൊരു ചീത്തപ്പേര് എനിക്കുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അതുണ്ട്. പിന്നെ അമ്മയ്ക്ക് മനസ്സിലായി അവൻ ഈക്വലി പ്രശ്നക്കാരനാണ്. പിന്നെ മനസ്സിലായ ഷീസ് ഫൈൻ. +2 ഒക്കെ +1 ആയ സമയത്ത് I was like very bad, and like amma school teacher ആയതുകൊണ്ട് like lot of teachers they have a network, no? So lot of എൻ്റെ സ്കൂളിൽ നിന്നൊക്കെ എല്ലാ സ്കൂളിൽ നിന്ന് അമ്മയ്ക്ക് കോൾ വരുന്നു. It was very humiliating for her actually. എൻ്റെ സ്കൂളിൽ നിന്ന് കോൾ വരുന്നത്, സ്റ്റാഫ് റൂമിൽ നിൽക്കുന്നു, ടീച്ചർ പറയുന്നത്. It was, and my brother started hanging out with my friends. അപ്പോൾ പിന്നെ എല്ലാം കൂടെ തീരുമാനം. എന്നിട്ട് എന്നെ അവസാനം നാട് കടത്തുകയാണ് ചെയ്തത്. എന്നെ ട്രിവാൻഡ്രത്തുനിന്ന് എൻ്റെ സ്കൂളിൽ നിന്ന് TC വാങ്ങിച്ച് എന്നെ കണ്ണൂരേക്ക് മാറ്റിയിട്ട് ഈ വേറെ സ്കൂളുകളിൽ എൻ്റെ അനിയൻ അഡ്മിഷന് പോകുമ്പം അവിടെ എൻ്റെ അനിയൻ പറഞ്ഞ് അഡ്മിഷൻ കൊടുക്കാറില്ല. ഇറ്റ്സ് റിയൽ. ഇത് എൻ്റെ കുറേ പ്രാവശ്യം എൻ്റെ സ്കൂളിൽ വന്നിട്ടുണ്ട് ലൈക്ക് ടു ബെഗ് വിത്ത് ദ പ്രിൻസിപ്പൾ ആൻഡ് ഹെഡ് മാസ്റ്റേഴ്സ് ആൻഡ് എവറിത്തിങ്. അങ്ങനെ എൻ്റെ ഇപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ സ്കൂൾ മീറ്റിംഗ് അല്ലെങ്കിൽ അച്ഛൻ ഡസൻ കം, ഓൺലി അമ്മ കംസ്. അങ്ങനെ അച്ഛൻ വന്നാൽ തന്നെ വേറെ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുന്നല്ലാണ്ട് ഇതെന്താ ടീച്ചർ പറയുന്നതെന്നും ഹി ഡസൻ കെയർ. അപ്പം ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അങ്ങനെ യൂണിക് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരിക്കും. അപ്പൊ ജാനിമന്റെ ഫസ്റ്റ് ഷോയിന് അമ്മ ഉണ്ടായിരുന്നു. ഇത്രയും നാള് ഞാൻ കഷ്ടപ്പെട്ടതിനും കണ്ണീരൊഴിക്കാനും അവസാനം ഒരു സമാധാനമായ ഗണപതി. ബിക്കോസ് ഗണപതി ഈസ് നോട്ട് ദേർ. ഗണപതിക്ക് എപ്പോഴാണ് സിനിമ ഭ്രാന്ത് കയറിയത്? ഗണപതി ചൈൽഡ് ആക്ടർ ആയിരുന്നല്ലോ. അതെ, നമ്മൾ ഗണപതിനെ കളിയൊക്കെ ഭയങ്കര സീനിയറാന്ന് പറയാം. ഗണപതി ഫസ്റ്റ് ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെറുതിൽ അഭിനയിച്ചിരുന്നു ആസ് എ ചൈൽഡ് ആർട്ടിസ്റ്റ്. ആൻഡ് ഇറ്റ് വാസ് ഇൻ സൂര്യ TV സം ടെലിവിഷൻ. ആൻഡ് ഗണപതി ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? 5th സ്റ്റാൻഡേർഡിലോ 6th സ്റ്റാൻഡേർഡിലോ സംതിങ് ലൈക്ക് ദാറ്റ്. ആൻഡ് എന്നെ ദിവസം രാവിലെ വണ്ടി വിളിക്കാൻ വരും. പോകുമ്പോൾ ഗണു ലൈക്ക് ബാൽക്കണിയിൽ ഇങ്ങനെ നോക്കിയിട്ട് കൊള്ളാലോ പരിപാടി, സ്കൂളിൽ പോകണ്ട. തന്നെ ഈ തിരിച്ചു വരുമ്പോൾ എനിക്ക് പ്രൊഡക്ഷൻ ഫുഡ് ഉണ്ടാവും എൻ്റെ കയ്യിൽ. എന്താ ചിക്കൻ ഫ്രൈ ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ഗണുലേക്ക് ചെറുതല്ല ഇത് കൊള്ളാലോ, രാവിലെ ഓരോ വണ്ടി വരുന്നു, തിരിച്ചു വരുമ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ട് വരുന്നു. ദാറ്റ്സ് ഹൗ ഹി റിയലി സ്റ്റാർട്ടഡ് ആക്ടിങ്, ഐ തിങ്ക്. അതായിരുന്നു. അപ്പോൾ എനിക്കും അഭിനയിക്കണം അച്ഛൻ എന്തോ പറഞ്ഞു. അപ്പോൾ എന്തോ അങ്ങനെ എന്തോ പറഞ്ഞപ്പം വിനോദയാത്ര ആൻഡ് സന്തോഷ് ശിവൻ സാറിൻ്റെ എന്തോ ഒരു ഫിലിം ദാറ്റ് കെയിം through, and Archana and him went for the audition, and because a lot of film people see us like ചെന്നോടാന്നൊക്കെന്നുണ്ട് അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. They saw him and like he went, and അവൻ്റെ വായിൽ നാവ് ഭയങ്കര വലുതാണ്, അവർ അഭിനയിച്ചോളൂ എന്ന് പറഞ്ഞു. You are separated from your partner, and actually divorced, and but somehow there has been no conversation about it. And ഇപ്പോഴും ആൾക്കാർ they
I see comments asking, okay, is this the partner or not? Yeah. It's just to clarify. It's been a while. What is the status 2 like? years or something like that. We are divorced and like living happily ever after. Do you ever think of marrying again? Is marriage meant for you? എന്നുള്ളൊരു ചോദ്യം വരുമോ I ജിതുവിന് don't think so. തോന്നാറുണ്ടോ? I don't know. Like, തൽക്കാലം അല്ല, it's not my forte എന്ന് എനിക്ക് മനസ്സിലായി. What is the issue with marriage? I don't know. It's not for me. Like, I don't like pinpoint something from that. Like a lot of things that I add to it. Marriage as an institution, okay, it's everyone does it, so it's well respected. I don't have anything against it. For me, I don't think so. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് പലപ്പോഴും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അതിന്റെ റിക്വയർമെന്റ്സിലേക്ക് നീതി പുലർത്താൻ പറ്റില്ല എന്ന് തോന്നാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. ആർട്ടിസ്റ്റ് ആയതുകൊണ്ടൊന്നും അല്ല അത്. ആർട്ടിസ്റ്റ് ആയാലും ഓഫ് കോഴ്സ് യു വിൽ ഹാവ് ഇനഫ് ടൈം ഫോർ യുവർ ആർട്ടിസ്റ്റ് കുറേ സമയം ഉണ്ടാവും. വലിയ it's not about being an artist or if you're filming, doesn't it? As a human being, compatibility with another person doesn't depend on what you do or anything. It doesn't depend on what you are as a person. Yeah, that's it. So we have been friends for a long time and we are still friends. So, but we decided that this is not for us. That's it. Anyway, on that note, we'll play a game. Okay. അപ്പോൾ ഇതൊരു അയാം ഗെയിമാണ്, ഒരു കാർഡ് ഗെയിമാണ്. വെൻ യു പുൾ ഔട്ട് എ കാർഡ് ആൻഡ് റീഡ് സംതിങ് ഫ്രം ഇറ്റ് ആൻഡ് മനസ്സിൽ വരുന്ന കാര്യം ഷെയർ ചെയ്യുക. അത്രയേ ഉള്ളൂ. Okay. You know better. You know better. ആസ് എ ഡയറക്ടർ പറയാറുണ്ടോ ടു യുവർ ക്യാമറ പേഴ്സൺ അല്ലെങ്കിൽ റൈറ്റർ അല്ലെങ്കിൽ ആക്ടർ ദാറ്റ് യു നോ ബെറ്റർ, ഞാൻ ഇത് പറഞ്ഞു പക്ഷേ ഐ തിങ്ക് യു നോ ബെറ്റർ, അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഓർ അങ്ങനത്തെ സജഷൻസ് വരുമ്പോൾ എടുത്തിട്ടുണ്ടോ? അല്ല, സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ അഭിപ്രായങ്ങൾ വരും, അതെങ്ങനെ സാൻഡ്വിച്ച് ചെയ്ത് അങ്ങനെ ലൈക്ക് ബേസിക്കലി ഹൂവർ ഐ വർക്ക് വിത്ത് എസ്പെഷ്യലി ടെക്നീഷ്യൻസ് ആർ ഓൾ എന്നെക്കാളും പണിയറിയുന്ന ആൾക്കാരെ ഞാൻ ലൈക്ക് ഓഫ് കൊടുക്കാൻ, ബിക്കോസ് ഐ നീഡ് ടു ഗെറ്റ് മോർ ഫ്രം. ഞാനൊരു ചെറിയ സാധനം കൊണ്ട് ഫോട്ടോഗ്രാഫർ വന്നു, ഹി ഗിവ്സ് എ വെരി വിഷ്വലി വേറൊരു സാധനം. So they always know better. I know that. I know better to know that they know better. Yeah. And man management ഒരു വലിയ ഭാഗമാണ്. Yeah, ഭയങ്കര. We are having. How difficult is it for you? Difficult ആണ് എന്തായാലും. ലൈക്ക് ഇത് ക്രൂവിൻ്റെ എണ്ണം കൂടുമ്പോഴും അതിനൊരു സ്ട്രീം ലൈൻഡ് ഒരു സ്ട്രക്ചർ ടു മാനേജ് ദീസ് പീപ്പിൾ ഉണ്ടെങ്കിൽ ഫിൽം മേക്കിംഗ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് തിങ്സ്. ക്രൗഡ് മാനേജ്മെൻറ്റ് അങ്ങനെ പരിപാടി, ലൈക്ക് ലോട്ട് ഓഫ് ഡിസൈൻ കംസ് ടു ഇറ്റ്. ലൈക്ക് ഇത്രയും ആൾക്കാർ വരുമ്പോൾ അവരൊക്കെ ഇവിടെ ഫുഡ് കൊടുക്കും, നമുക്ക് ഇവിടെ ഇത് ഷൂട്ടിംഗ് ഹിയർ, സോ വിൽ സെറ്റ് അപ്പ് ദ ക്യാരവൻ ഹിയർ. ലോട്ട് അങ്ങനെ ഇറ്റ്സ് ഡേ ടു ഡേ ആൻഡ് ഇറ്റ്സ് വെരി ഫൺ ഓൾസോ ടു ഡു ദാറ്റ്. പക്ഷേ ഭയങ്കര ഇത്രയും കുറേ ആൾക്കാരുണ്ടാവും. അപ്പം ഈ സിനിമ നടക്കുന്നതിൽ ഈ 5 പേർക്ക് 5 പേരൊന്നും ഉണ്ടാവില്ല, ഇതിൽ 3 പേർക്ക് they know what the film is. Only they will have the drive for the specific film. അവർക്കാണ് ഫുൾ വിഷൻ. അവരുടെ ഭ്രാന്തായിരിക്കും ഈ പടം. ചിലപ്പോൾ ചിലപ്പോൾ ഒരാൾ അല്ലെങ്കിൽ 2 പേര് അല്ലെങ്കിൽ 3 പേരുണ്ടാവുള്ളൂ ഒരു ലൊക്കേഷനിൽ. അവരുടെ ബാക്കി എല്ലാവരും അവർക്ക് വേണ്ടി പണിയെടുക്കണം. അവർക്ക് ഇത് ഏത് പടമോ കഥയൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ലൈക്ക് ദേ വർക്കിംഗ് എവറി ഡേ, ദേ വിൽ വർക്ക്. അങ്ങനെയല്ല. അപ്പം നിങ്ങളുടെ എൻ്റെ ഐഡിയ എന്തുകൊണ്ട് എൻ്റെ ഫയർ നീ മനസ്സിലാക്കുന്നില്ല എന്ന് പോയിട്ട് അവരോട് ചൂടായിട്ട് കാര്യമില്ല. ദേ ഡോണ്ട് ഹാവ് ടു നോ ദാറ്റ്. നിങ്ങളെന്താ വേണ്ട അവിടെ വെച്ചിട്ട് പോവുക, അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് എ 2 different kinds of workers in the center. And you have to manage both of them, one with the drive and without the drive. Okay. Scared, yeah. When were you scared the last time? ശരിക്കും ഒരു പേടി തോന്നുന്ന നിമിഷം? എനിക്ക് ലാസ്റ്റ് പിടിച്ചൊരു ആന ഓടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. എപ്പോ? നമ്മളൊരു ട്രക്കിങ്ങിന് പോയപ്പോൾ ആന ഓടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പേടിച്ചായിരുന്നു. അതൊരു 2 years ago പാൽക്കുളം ഇടുക്കിയിൽ എന്തോ സമയത്ത് കുറച്ച് ലോക്കൽസ് അവിടുത്തെ ആൾക്കാരായിട്ട് പോയി 2 ആന ഓടിച്ചു. അത് then we got lost in the forest and we had to spend the night in the forest with full of leeches and everything. So that പേടി ഫസ്റ്റ് ആനെ കാണുമ്പോൾ ഉള്ളൊരു ഷോക്കുണ്ട്. ഫസ്റ്റ് നമ്മൾ ഹായ് ആന എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ലൈക്ക് നമുക്ക് കൂടെയുള്ള ആളെന്ന് പറഞ്ഞ് ഓടിക്കുക രക്ഷയില്ല. ആന കുറച്ച് ദൂരം ഓടി. My God. ആന കുറച്ചുകൂടി പിന്നീട് പിന്നെ മൊത്തം ചുറ്റും ആനയായിരുന്നു. നമ്മൾ പിന്നെയാണ് മനസ്സിലായത്. അപ്പൊ കൂടെ ആരായിരുന്നു? കൂടെ എൻ്റെ ADs അല്ല, നമ്മൾ ലൊക്കേഷൻ നോക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതാണ്. So yeah, that was quite an experience. Yeah. അല്ലാതെ വർക്കിൽ പേടിക്കാറൊന്നുമില്ല. വർക്കിൽ പേടിയുണ്ട്. എല്ലാ ദിവസവും ഇത് തീരുമോ, 9 തീരുമോ എന്നുള്ളതാണ് എല്ലാ ദിവസത്തെയും പേടി. You know, Chidu, you are working outside Kerala right now. Just randomly എൻ്റെ മനസ്സിൽ വന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ കേരള മലയാളം ഇൻഡസ്ട്രീനെ കുറിച്ച് എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പോൾ സഡൻലി വി ഹാവ് എ ഡിസ്റപ്ഷൻ ഓഫ് തോട്ട്സ് where they say that intrinsically industry lo 3 malpractices ഉണ്ട്, sexual harassment, assault cases.
ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വി ഹാവ് എ റിപ്പോർട്ട് കമ്മിങ് ഇൻ. അപ്പോൾ ആസ് എ പേഴ്സൺ ഹൂ ഇസ് വർക്കിംഗ് ഇൻ കേരള ആൻഡ് പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ദാറ്റ് യു ആർ ഇൻ, ഹൗ ഡു യു സീ ദിസ് എൻറ്റയർ സിറ്റുവേഷൻ ഡെവലപ്പിംഗ്? Entire situation Hema Commission report in Hema Commission report is like I think Kerala is the only society that puts like their dirty laundry outside and like all the time, and I very happy that it's being reported. അങ്ങനെ ഒരു initiative government എടുത്തു and this is out, and ബാക്കിയുള്ള industry how they are taking it എന്ന് എനിക്കറിയില്ല. I haven't traveled outside after this report came in, and it is bad, awful, it is shameful and കാര്യങ്ങൾ. And these practices won't, like in our generation of filmmakers, I don't think these practices are like rampant അല്ല. അത് നമ്മളുടെ ഇതിലേക്ക് വരുമ്പോൾ അത് കുറവാണെന്ന് തോന്നുന്നു. ഈ പ്രാക്ടീസസ് കാൺ ബി ദർ. ഇത് സിനിമ എന്നല്ല ഒരു ഫീൽഡിലും ഇറ്റ് ഈസ് നോട്ട് ആക്സെപ്റ്റഡ്. പക്ഷേ ഫിലിം ഒരു ഇൻഡസ്ട്രി വേർ എവരി വൺ ലുക്സ് അറ്റ്, ഇറ്റ്സ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ, ആൻഡ് അപ്പം അതിൻ്റെ റിപ്പർക്കഷൻസ് എല്ലാം ഭയങ്കര വലുതായിരിക്കും. ദ പീപ്പിൾ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് മോർ ആൻഡ് എവറിത്തിങ്. ICC ഡേ അല്ലെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് സെല്ലിൻ്റെ ആവശ്യം എല്ലാ സെറ്റ്സിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ സെറ്റിലും ICC ഉണ്ട്. മഞ്ഞുമല്ല് ഉണ്ടായിരുന്നില്ല, ബിക്കോസ് ബെർലി എനി വിമൻ ദർ, അങ്ങനെ ഒരു ICC ഉണ്ടായിരുന്നു. പിന്നെ ലൈക്ക് വിമൺ ഓർ നോട്ട് ലൈക്ക് ICC ഉണ്ടാവണം. മഞ്ഞുമല്ല ICC ഉണ്ടായിരുന്നു, കാരണം ഇറ്റ്സ് എ മാൻഡേറ്ററി തിങ്. യു ഹാവ് ടു ലൈക്ക് ഗിവ് ആൻ ICC. വിമൺ ഇല്ലാത്തതുകൊണ്ട് ICC ഉണ്ടാവണമെന്നില്ല. പക്ഷെ അത് ആ ICC വരുന്ന ആൾക്കാർ കറക്റ്റാണോ? അപ്പോൾ അവിടെ ഒരു നടപടി വന്നാൽ അത് അവിടെ തന്നെ അന്വേഷിച്ചു അത് ലൈക്ക് റിപ്പോർട്ട് ഉണ്ടാവുക, റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സ്ട്രീം ലൈൻ ഒരു അത് ഇപ്പോൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഈ പരിപാടികൾ ഇപ്പം ഗവൺമെൻറ് കോർട്ട് ഹാസ് ആസ്ക്ഡ് government what are going to like do about this report. So government has also to find a way. അതൊരു certain protocols ആണ്. പക്ഷേ പ്രോട്ടോകോൾ ഇതൊരു അൺഓർഗനൈസ് സെക്ടർ ആണ്. ഹൗ വിൽ യു എൻഫോഴ്സ് ദ പ്രോട്ടോകോൾസ് ഇൻ അൺഓർഗനൈസ് സെക്ടർ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. Okay, so it will take some time to evolve. Of course it will take time to evolve from like Hollywood ലായാലും Harvey. So like you think the West is very progressive, you have the Harvey Weinstein case there, and you have, so it is happening all around the world in every aspect of life. പുരുഷാധിപത്യം ഇല്ലാതെ ഇറ്റ് ഇസ് എനിക്ക് ടു ബി വെരി ഫ്രാങ്ക്, ഞാൻ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് എനിക്ക് പുതിയതായിട്ടൊന്നുമില്ല. ദിസ് ഇസ് ലൈക്ക് നമ്മളെല്ലാവരും വാട്ട് വി ഓൾ ടോക്ക് അബൌട്ട് ഇറ്റ് ഇസ് ജസ്റ്റ് പുട്ട് ഇറ്റ് ഓൺ പേപ്പർ. ദർ ഇസ് നത്തിങ് ഭയങ്കര എക്സ്ട്രീംലി റിവീലിംഗ് ആയിട്ട്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഐ ഡോണ്ട് നോ ലൈക്ക് മോർ ഓഫ് ദ റിപ്പോർട്ട് ഹാസ് ടു കം ഔട്ട് ലൈക്ക് ടു പബ്ലിക് ഡൊമൈൻ ഓർ ലൈക്ക് ഗവൺമെന്റ് ഷുഡ് ഫൈൻഡ് എ പ്രോട്ടോകോൾ ടു ലൈക്ക് safeguard or anything. Yeah. Anyways, it's just a random thought. I thought I'll ask you about this. Nope. What is nope? This is not for me. അങ്ങനെയൊന്നുമില്ല. ഈ കൂടുതൽ നോ പറയുന്ന ആളാണോ യെസ് പറയുന്ന ആളാണോ? ഇപ്പൊ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ that you should not say no. എനിക്ക് അറിയാത്ത ആൾക്കാരോട് നോ പറയാൻ എനിക്ക് പ്രശ്നം. അറിയുന്ന ആൾക്കാരോട് ഞാൻ സിമ്പിളായിട്ട് നോ പറയാം. അറിയുന്ന ആൾക്കാരോട് എനിക്ക് ഭയങ്കര ഒരു യെസ് മാൻ ആണ്. അതൊന്നും തന്നെ പറ്റില്ല. അറിയാത്ത ആൾക്കാരോട് ട്രൈങ് ടു ബി പൊളൈറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അറിയാത്ത ആൾക്കാരോട് അതുകൊണ്ടാണ് എന്നോട് നോ പറയാൻ. ഞാൻ വെറുതെ ഇരിക്കുന്ന ചിതുവിനെ പൊക്കി ഇന്റർവ്യൂവിന് കൊണ്ടുവന്ന് എന്നാലും ഒരു കാർഡും കൂടി ആവാം. Worth a shot. What's worth a shot? Making a movie, like worth a shot. Like, I don't know. Worth a shot. Like it's all worth a shot. അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ആ സ്റ്റാറോട് പോയി ഒരു കഥ പറ, ഇറ്റ്സ് വർത്ത് എ ഷോട്ട്, ലൈക്ക് ഇറ്റ് മൈറ്റ് വർക്ക് ഓർ നോട്ട്. അങ്ങനെയാണ് എല്ലാ ദിവസവും എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത്. ലൈക്ക് ഐ ലൈക്ക് ടു ട്രൈ ഓൾ ജോണേഴ്സ്, ലൈക്ക് നോട്ട് ഓൾ ജോണേഴ്സ്, ലൈക്ക് എത്രത്തോളം ജോണേഴ്സ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഐ ടു ലൈക്ക് ജോണർ ഫ്ലൂയിഡിറ്റി വേണമെന്ന് എനിക്ക് തോന്നുന്നു. That's very interesting. കാരണം ജാനമനും മഞ്ഞുമലും are completely different genres അല്ലേ? അപ്പോൾ ഇനി വരാൻ പോകുന്നതും is a very different genre. What is the genre you're thinking about? പറയാറില്ല. It won't be anything like Janaman or Manyamal Boys. ഈ വർത്ത് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് റാൻഡമായിട്ട് ഔട്ട് ഓഫ് ദ ബ്ലൂ ചെയ്തിരിക്കുന്ന എന്താണ് പരിപാടി? ഞാൻ ഐ വുഡ് നോട്ട് ഈവൻ ഇഫ് ലൈക്ക് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അതൊരിക്കലും ചെയ്യില്ല എന്ന് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ പറയാൻ പറ്റൂല. വർത്ത് ഷോട്ട് എന്ന് പറയുമ്പോൾ ലൈക്ക് ഡൂയിങ് ജാനമൻ ഓൾസോ ലൈക്ക് വാസ് ലൈക്ക് ഒരു ഇതായിരുന്നു, ഒരു ഗാമ്പിൾ ആയിരുന്നു, ലൈക്ക് ഡൂയിങ് എ കോമഡി ഫിലിം. അതാണ് എനിക്കൊന്നൊരു ഡയറിങ് തീരുമാനം ഞാൻ എടുത്തത്. അതർവൈസ് ഐ വുഡ്ന്റ് ഹാവ്. എനിക്ക് അന്ന് എനിക്ക് സിനിമ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ നോക്കിയത് സ്റ്റെപ്പ് ബാക്ക്.
ഒരു ആക്സിഡന്റ് ഉണ്ട്, അതെനിക്കും ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഐ വുഡന്റ് ഹാവ് ബീൻ എ ഡയറക്ടർ, ഐ വുഡന്റ് ഹാവ് മേഡ് മഞ്ജുമൽ ബോയ്സ് ഓർ എനിത്തിങ്. ആ മഞ്ഞുമൽ ബോയ്സ് ഓഫ് വേർത്ത ഷോട്ട് തന്നെയായിരുന്നോ? ഓഫ് കോഴ്സ് ഞാൻ പടം കഥ അവരുടെ ആദ്യം കേട്ടപ്പോഴേ എനിക്ക് അറിയായിരുന്നു ഇറ്റ് ഈസ് എ ഗ്രേറ്റ് മൂവി, ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റോറി ഫസ്റ്റ് ഓഫ് ഓൾ, ആൻഡ് ദർ ഇസ് എ ഗുഡ് മൂവി ഇൻ ഇറ്റ്. വാട്ട് ഈസ് എ മൂവി ദാറ്റ് റിയലി വാസ് സ്ട്രക്ക് ബൈ ഇൻ ദ റീസെന്റ് പാസ്റ്റ്? ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ദൈവം ഇത് എന്തൊരു സിനിമയാണ്. ഐ ലവ്ഡ് ഓപ്പൻഹൈമർ. Oppenheimer was nice. Oppenheimer was very nice. Oppenheimer was very nice because I also like the geopolitics of that time, the Cold War era, and Oppenheimer. But the people, Oppenheimer is a great movie. But people expected to see, went to see it, and I saw the movie in IMAX Trivandrum. അവിടെ പോയാ അവിടെ ബാക്കി ഇരിക്കുന്നത് എവിടെ ഇല്ല ആറ്റം ബോംബ് സൗണ്ട്, കാരണം ആറ്റം ബോംബ് പൊട്ടുന്ന സൗണ്ട് ഇല്ല ആ പടത്തിൽ. ആറ്റം ബോംബ് പൊട്ടുന്നത് സൈലന്റ്, ആൾക്കാർ പൊട്ടാൻ വേണ്ടി വന്നിട്ട് എവിടെ ആറ്റം ബോംബ്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഇന്ത്യൻ വേ ഓഫ് watching films. The film is about atom bomb. Where is atom bomb? അത് കേട്ടിരിക്കും. അവിടെ സൈലന്റ് ആണ്. ദാറ്റ്സ് സൗണ്ട് ഡിസൈൻ ഓഫ് ദ ഫിലിം, ആൻഡ് ദാറ്റ്സ് വാട്ട് ദാറ്റ്സ് ദ ഡയറക്ടർ, ബിക്കോസ് ആറ്റം ബോംബിന്റെ സൗണ്ട് നമുക്ക് ഒരിക്കലും സ്പീക്കറിൽ ഇറ്റ്സ് ബെറ്റർ ടു ലീവ് ഇറ്റ് സൈലന്റ്. Absolutely. ഇറ്റ്സ് ഫിലിം മേക്കിംഗ്, ആൻഡ് ദാറ്റ്സ് വാട്ട് ഓഡിയൻസ് ആർ. And what about books? ഒത്തിരി വായിക്കുന്ന ആളാണ് ഞാൻ. വായിക്കും, ഇപ്പൊ അതിന് കുറവ് വായിക്കുമായിരുന്നു, അങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ട പുസ്തകം എന്താണ്? ബ്രീഫ് ഹിസ്റ്ററി ഓഫ് 7 killings by Marlon James. Brief history of 7 killings. What is the genre? Fiction ആണ്, based on real life. Marlon James is a Jamaican writer, and it is a brief history of 7 killings is about, this is a real incident. 7 people went into Hope Road, Bob Marleyന്റെ വീട്ടിൽ കയറില്ല, they shoot Bob Marley. Okay. And 7 പേര്, ആ 7 പേര് എങ്ങനെ മരിക്കുന്നുള്ളതാണ്. And Bob Marley survives that shootout, and he becomes the Black Jesus of Zion. So how these 7 people die എന്നുള്ളതാണ്. It's a Booker, Man Booker Prize winner ആണത്. So that is one of the best fictions. I read it a long time ago, but still I like Narcopolis by G. Thayil in fiction പറയാണെങ്കിൽ. But I read a lot of non-fiction, basically history and കാര്യങ്ങളൊക്കെ. I think as a filmmaker you also need to constantly read and പക്ഷെ ഫിക്ഷൻ ഇപ്പം വായിക്കുന്ന ഭയങ്കര കുറവ്. ഇതൊക്കെ കുറച്ച് മുമ്പേ വായിച്ച ഫിക്ഷൻ, ഇപ്പം നോൺ ഫിക്ഷൻസ് ആണ് കൂടുതൽ വായിക്കുന്നത്. ഇപ്പൊ പിന്നെ ഫിലിം സ്റ്റാർസിനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി ആർക്കറിയാം, ഇനി ഹോളിവുഡ് ഒക്കെ ആയിരിക്കും അല്ലേ, മെറിൽ സ്ട്രീപ്പ് ഒക്കെ ആയിരിക്കും ഇനി മീറ്റ് ചെയ്യുന്ന, ആർക്കറിയാം. എന്റെ ഫേവറേറ്റ് ആയതുകൊണ്ട്. എനിവേ താങ്ക്സ് എ ലോട്ട്. അതിന് മുമ്പ് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടേ വിടുത്തുള്ളൂ. ഗിഫ്റ്റ് ഹാമ്പറിന് മുമ്പ് നമ്മുടെ ഷോയിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ഐ ആം ഡാഷ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. ഈ ഡാഷ് ഒന്ന് പൂരിപ്പിക്കണം. I am the universe. I am the universe. Kindly explain. ഭഗവത്ഗീത. അപ്പൊ ഇതൊരു ചിന്ന ഗിഫ്റ്റ്. ഇത്രയും നേരം ഞാൻ എന്താ പറയാ ടോർച്ചർ ചെയ്തതിന് അത് സൈഡ് ചെയ്യുന്ന ഒരു ചെറിയ ഗിഫ്റ്റ്. ദിസ് ഇസ് എ ഗിഫ്റ്റ് ഫ്രം കോക്കോ തേങ്ങ. ദിസ് ഇസ് നമ്മുടെ ഡിസ്പോസ്ഡ് ആയിട്ടുള്ള കോക്കനട്ട് ഷെൽസ് ഉണ്ടാക്കുന്ന കട്ട്ലറിയാണ്. ഇറ്റ്സ് സസ്റ്റൈനബിൾ എന്റർപ്രൈസ്. കുറച്ച് സ്ത്രീകൾ ചെയ്യുന്ന ഒരു സാധനമാണ്. സംതിങ് ടു ട്രൈ ഔട്ട്. താങ്ക് യു.